കറ്റാർവാഴ താഴെ വീണ് കിടക്കണ കണ്ടിട്ടേ വന്നാ കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് മഴ? ഇപ്പം നമ്മുടെ അവിടെ 2 ദിവസമായിട്ട് വൈകുന്നേരത്ത് നല്ല മഴയാണ് കേട്ടോ. ഇപ്പം നമ്മളില്ലേ കുറച്ച് റബ്ബറിൻ്റെ ചുള്ളലി വറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോയി എടുക്കട്ടെ ഇന്ന് തേങ്ങ ഇട്ടിട്ടേ പട്ട വെട്ടിട്ടതാണ് കേട്ടോ. അതാണ്ടോ തേങ്ങ, ഇപ്പോഴത്തെ തേങ്ങയുടെ അവസ്ഥയാണിതാ. ആകെ നമുക്ക് ഇവിടെ ഒരു തെങ്ങുണ്ട്, അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇന്ന് തേങ്ങ ഇട്ടിട്ട് കിട്ടിയ തേങ്ങ കാണണോ? ഇതാ 6, 1, 7, 8 തേങ്ങ കിട്ടിയിട്ടുണ്ട്. 8 കേട്ടോ. ഇത് ഈ മൂത്തത് 2 നേരത്തെ വീണതാണ്. ആകെ കിട്ടിയ തേങ്ങയാണിത്. എന്നാലും എന്താണെന്നറിയോ, കുട്ടികൾ ഇതിനെ പോകുമ്പോൾ വീണ് കഴിഞ്ഞാലേ തെങ്ങ് വീണ് തേങ്ങ വീണ് കഴിഞ്ഞാൽ അറിയില്ലല്ലോ. പൊന്നൂസൊക്കെയാണോ ചെയ്ത സമയം ഇവിടെയാണ്. പായോ നമുക്ക് അവിടുത്തെ കോലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എല്ലാ സംഭവങ്ങളും മാറിയിട്ടുണ്ട് ഇപ്പം അവിടെ. കുഞ്ഞനുണ്ടോ? ഈ കുഴക്കിണറിൻ്റെ ഇത് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തണമായിരുന്നു അല്ലേ? താഴ്ത്തണമായിരുന്നു. ഇത് നാള് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ ഞാൻ. കണ്ടോ ചെതല് പിടിച്ചു. അപ്പം ഇങ്ങനെ ഒഴിവുള്ളതിനനുസരിച്ച് ഇങ്ങനെ വിറക് പോയി കൊണ്ടുവന്ന് കഴിഞ്ഞാലേ അത് നടക്കും. ബാ ചക്ക കണ്ടോ വീണക്കണത്? ഇതാണ്ടോ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. നാളെ ഉള്ളൂ നമുക്ക് തോട്ടിയും കൊണ്ട് വന്നിട്ട് അത് വലിക്കണം. ചെറിയ കുരുവായിട്ട്. അതിൻ്റെ കുരുവില്ലേ നമ്മളിങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എവിടെ ഇതാണ്ടോ കുഞ്ഞി കുരുക്കൾ. പൊന്നോ പോയി ഷർട്ട് ഇട്ടിട്ട് പോയ അവിടെ കൊതും ഉണ്ടാവും. ഷർട്ട് അത് അവിടെ അമ്മ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചായ വെക്കാൻ പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോയോ കുട്ടി അമ്മ ചേച്ചിയുടെ കൂടെ പൊക്കോ പോ. ഷർട്ട് ഇട്ടിട്ട് പോയോ? അപ്പൊ ഈ കണ്ടില്ലേ അത്? അവൻ അമ്മമ്മയുടെ വീട്ടിൽ പോയില്ലേ അല്ലേ? എന്താണ് നിങ്ങള് കാണാൻ വേണ്ടി വന്നതാ? അതാ വരുന്നോക്ക്. ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. ചെരുപ്പോടെ പിന്നെ ഇതിപ്പോ ഇപ്പത്തെ ആവശ്യങ്ങൾക്ക് കത്തിക്കാനാട്ടോ. ചെരുപ്പോടെ അവിടെ ഉണ്ടോ? അത് നന്നായി. അമ്മ എടുത്തോണ്ടിരുവോ? എന്താ ഈ ബന്ധം തിരക്കൂട്ടി എന്തിനാ വന്ന്? ആ ശരി അവിടെ ഏട്ടാ. ഇതിപ്പത്തെ ആവശ്യങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പയ്ക്കും മഴ പെയ്യുമ്പോ കുറച്ച് ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞല്ലേ മഴ പെയ്യാൻ തുടങ്ങുമ്പോ തീ കത്തിക്കാലോ വിചാരിച്ചിട്ടേ ഇപ്പൊ ഈ സമയത്തേ വരാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല കേട്ടോ. അമ്മൂ ബാ, നമുക്ക് തോനെ കൊണ്ടുപോവാ. ഉള്ളതൊക്കെ കൊണ്ടുപോവാ. വലുതൊക്കെ അവർ കൊണ്ടുപോയി. ഇപ്പം ചെറുത് ഇത് മടാൾ കൊണ്ടുവരാൻ എന്താണെന്നറിയോ? മടാളിൻ്റെ ഒന്നും ആവശ്യമില്ല. അതങ്ങനെ വെക്കിയാൽ മതി. ഒക്കെ ഇതേപോലെ ആക്ക്. അതൊക്കെ ആൾക്കാർ എന്താ വിറ്റക്കാണേ. ഒക്കെ കൂട്ടിക്കപ്പം ഈ ഗ്യാസ് കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ടില്ലേ ചെറിയ വിറകുകൾ അടക്കം അവർ കൊണ്ടുപോയിക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ കൊണ്ടുപോകലില്ല അല്ലേ? അവരൊന്നല്ലേ, ആൾക്കാർ വന്നിട്ട് തന്നെ ഓരോ ഭാഗത്തുനിന്നേ എത്രയോ ദൂരത്തുനിന്നാ വന്ന് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടാ വിറക്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല പറയും. സുകന്യ ആടി പാടി വരുന്നുണ്ട്. എന്താ ഇവിടെ എത്താത്ത വണ്ടി? ഞാപ്പല്ലേ എല്ലാവരും വേഗം ആഞ്ഞു ശ്രമിച്ചോളില്ലേട്ടാ. എന്നിട്ട് അനിയേട്ടൻ കൊണ്ടുപോകും. ആയിക്കോട്ടെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി കിട്ടില്ലല്ലോ. ഇനി അടുത്ത കൊല്ലം നമ്മൾ വിറകില്ലാത്തപ്പോൾ ഓടി വന്നിരുന്നതാണ് ഇവിടേക്ക്. ഇനി അങ്ങനെ റബ്ബർ തൊടിയെന്നുള്ളത് പറഞ്ഞിട്ട് ഓടാൻ പറ്റില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. ഇന്നലെ മുതൽ മഴ പെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പം ഇനി വേഗം കൊണ്ടുപോയിട്ടില്ല പറഞ്ഞാൽ എന്തായാലും കൊണ്ട് തന്നെ കേട്ടപ്പോൾ തീ കത്തിക്കണത്. ഇനി ഞാവൽ എന്താ ഒന്നും പറയില്ലേ, ഞാവൽപ്പഴം അത്തിക്കാ പൊത്തിയ പോലെ ഉണ്ടായിരുന്നു. ഞാവലോ കാണാനില്ല. അമ്മുട്ടിയെ അയ്യേ ഇല കളയി. ഇവർക്ക് മഴ നനഞ്ഞാലും പൂവൊക്കെ ചെയ്താ ഇങ്ങനെയൊക്കെ മതി. കണ്ടോ
ഇപ്പൊ കണ്ട പോണത് എന്താ അമ്മു ചെക്കൻ മരത്തിലാണ് ഇറങ്ങട കുണ്ണി ഇറങ്ങുണ്ണി വാതിലടച്ചില്ലേ സൂന്യെ? വാതില് അടച്ചില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വരൂട്ടോ. ഇച്ചു ഒറ്റയ്ക്കാണ്. കുട്ടി എണീക്കും പേടിക്കും. ഇച്ചോട്ടനെ ഓടി ഓടി നീച്ചിട്ട് വിളിക്കുക. ആ ചായയും കൂടി കുടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള്. മെല്ലെ മെല്ലെ കുട്ടീനെ പൂട്ടിട്ട് പോ. ഏട്ടൻ ചെറുതാവുന്ന സമയത്ത് ഇവിടെ റബ്ബർ തൊടി തന്നെയായിരുന്നു. ഇവിടെ പറങ്കിക്കാടല്ലേ, പറങ്കി ഫുള്ള് പറങ്കിക്കാടായിരുന്നു. ഇവിടെ റബ്ബർ ഉണ്ടാണല്ലേ, ഈ ഭാഗത്തെ റബ്ബർ ഉണ്ടാണല്ലേ. സുകന്യ പോയിട്ടുണ്ട് ഇങ്ങനെ വിറക് വെറുക്കാന്. ഇതാ എവിടെ വെക്കുമോ ഈ അമ്മേ? ഇവിടെ റബ്ബർ ഇവിടുന്നൊക്കെ ഫുള്ള് നെൽപ്പാടങ്ങളാ. ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റം വരെ കാണാം. അത്രയ്ക്ക് നെൽപ്പാടാണ്. ഇതിന്റെ കുറേ പേർക്ക് നമ്മുടെ കോട്ടയത്തു നിന്നൊക്കെ വന്നവർക്ക് ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഉച്ച സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ഉച്ച സമയത്ത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ വീടുകൾ വരട്ടെ അല്ലേ, ആൾക്കാർ വീടുകൾ വെക്കട്ടെ. വീടുകൾ വെക്കട്ടെ, സ്ഥലം കൊടുക്കണ്ടേ? കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണ്ടാവും. അപ്പോൾ വീടുകൾ വരട്ടെ. വീടുകൾ വന്നാൽ നമുക്കൊരു അയൽവാസികൾ ഇഷ്ടം പോലെ ആവും. നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ അയൽവാസികളൊന്നും ഇല്ല കേട്ടോ. പുരോഗമനം വരട്ടെ. ഇവിടെ നിന്ന് എന്താ സുഖമാണ്, 3 കിലോമീറ്റർ അപ്പുറമല്ലേ സ്കൂളൊക്കെ ഉള്ളത് അല്ലേ? സ്കൂളൊക്കെ ഉള്ളത് അതെ സുഖമാണ്. പക്ഷെ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ ജീവിക്കാൻ സുഖം കേട്ടോ. നമ്മൾ നമ്മുടെ നാടിനെ പറ്റി പൊന്തിച്ച് പറയണ്ടേ അല്ലേ? നാട്ടിനെ പറ്റി പൊന്തിച്ച് പറയില്ല, ഉള്ളത് തന്നെയാണ്. നമ്മുടെ ഭാഗത്തൊരു ശല്യമില്ല, സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ട്. പിന്നെന്താ, ആരെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. സുകന്യ അത്ര ചെറുത് വേണ്ട, ചെറുതെടുക്ക സുകന്യ. ഇങ്ങനത്തെ കൊമ്പുകൾ മാത്രം മതി. ഇതങ്ങനത്തെ പല്ലിൽ തോണ്ടാനോ? ചായയൊക്കെ ഉണ്ടായിരുന്നു, പോയി നോക്ക്. ഇങ്ങനെ ചെറുത് തെരഞ്ഞില്ല. അങ്ങനത്തെ വിറക് കൊണ്ട് പോയിട്ട് എന്താ കാര്യം? ഈ കൊള്ളികളാണെന്ന് വെച്ചാൽ ഇത് റബ്ബർ വിറകുകളെ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും പോണ വിറകുകളിലേട്ടാ. അടുപ്പിൽ വെക്കുമ്പോഴേ കത്തിപ്പോവും. ഈ വിറകുകൾ തോനെ കിട്ടിയിട്ട് വേണം നമുക്ക് എന്താ അടുക്കി വെക്കാൻ. എന്തിനെന്നറിയോ? സ്കൂളിലേക്ക് പോകുമ്പോൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പട്ട കത്തുന്ന പോലെ തീ കത്തിപ്പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ വിറകൊക്കെ അടുക്കി വെച്ചില്ലേ, പെരും മഴ പെയ്ത് ടാർപ്പായൊക്കെ പൊട്ടിയിട്ടോ. ചെതലിന് 1 മണിക്കൂർ തിന്നാളെ ഉണ്ടാവും. ചെതലിന് 1 മണിക്കൂർ തിന്നാളതേ ഉള്ളൂ. മെല്ലെ ഇത് നമ്മുടെ കനാൽ. മെല്ലെ വാടാ. ചെരുപ്പിട് കുട്ടി, ചെരുപ്പിട്. അമ്മ ചെരുപ്പ് ഇടുന്നുണ്ടല്ലോ. അച്ഛൻ ചെരുപ്പ് ഇട്ട് കൊടുത്താ. ചില ആൾക്കാർക്ക് ഇവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ വിചാരിക്കും പാമ്പ് ഉണ്ടാവില്ലേ, പാമ്പ് വരില്ലേന്ന്. ഇവിടെ അങ്ങനെ പാമ്പൊന്നും, മയിലുള്ളടത്ത് അങ്ങനെ പാമ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മയിലുകൾക്കൊക്കെ ഇഷ്ടംമാതിരി തിന്നാനാണ്. മയിലുകൾക്ക് പാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. താഴത്തേക്ക് നോക്കി നടന്നോളൂ. താഴേക്ക് ഒന്നരടയിൽ കൂടെ നടക്കണ്ട. മയിലുണ്ട്, പാമ്പ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സുകന്യ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. അവിടെ ഒന്നുമില്ല, ഇനി കഴിഞ്ഞു. ഒരുപാട് താഴെ ഇറങ്ങ. എന്റെ കുട്ടിക്കൊന്നും വയ്യ. അമ്പോ, അച്ഛ കൊണ്ടുപോടാ. എന്റെ കുട്ടിയൊന്നും കൊണ്ടുപോണ്ട. എന്റെ കുട്ടി ഇവിടെ കളിച്ചാ മതി. കുട്ടി ഇവിടെ കളിച്ചാ മതി കേട്ടോ. ആടാടാടാടാ. എന്താണല്ലേ വിറകൊണ്ടോണ കൊണ്ടോക്ക്. വാ. അല്ലേ കുഞ്ഞിന് താല്പര്യം തന്നെ ഇല്ല. എന്നെ ഞാൻ പറഞ്ഞതേ, കിച്ചുട്ടനെ ചെറുതാവണ സമയത്തേ വിറക് കൊണ്ടുപോകാനൊക്കെ എന്തോ ഒരു താല്പര്യമായിരുന്നു. ഇപ്പം അവൻ വലുതായപ്പോല്ലേ പറഞ്ഞ അമ്മ കൊണ്ടേക്കോട്ടോ. മറ്റേത് ഞാൻ എന്ത് പണിയെടുക്കുക വെച്ചാലും പിന്നാലെ വന്ന് പണിയെടുക്കാൻ കൂടിയിരുന്ന കുട്ടികളാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇത് കാണണം. മുമ്പിലുണ്ടാവും.
മുമ്പിലുണ്ടാവും പറയും. എല്ലാം ചെയ്യാന് ഇപ്പൊ മുമ്പിലും ഇല്ല പിന്നിലും ഇല്ല, ആളേനെ കാണാനില്ല. ഉറങ്ങണേ. അവൻ പറഞ്ഞു വെച്ചാ ഉറങ്ങുക പറഞ്ഞു കഴിഞ്ഞല്ലേ, അവൻ 4 മണിയാകുമ്പോ 4 മണിക്ക് എണീക്കണതല്ലേ. നീക്കും. 4:30 ആകുമ്പോഴേക്ക് നീക്കില്ലേട്ടാ. 4:30 ആകുമ്പോ നീച്ച് അവൻ ഓടാൻ പോട്ടോ. അപ്പൊ പിന്നെ അവൻ നമ്മളും വാശി പിടിപ്പിക്കാറില്ല, ഉറങ്ങിക്കോട്ടെ വിചാരിച്ച്. പിന്നെ ഇതിനൊന്നും പോവില്ലല്ലോ, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അടുത്ത വീട്ടിൽ അവർ പറയണ പോലെ സൗണ്ടേ കേൾക്കില്ല മക്കളുടെ. എന്താ സൗണ്ട് കേൾക്കണം? മക്കള് വലുതായി, ഇനി ആരുടെ സൗണ്ട് കേൾക്കണം? മറ്റേത് തല്ലൂടലും 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ സൗണ്ട് കേൾക്കാണ്ടാവും. 4 കൊല്ലം കഴിഞ്ഞാൽ നമ്മക്ക് തന്നെ കാണാൻ കിട്ടുമോ അല്ലേ? അല്ല, പൊടികളുടെയും കൂടി സൗണ്ട് കേൾക്കാണ്ടാവും. അപ്പൊ അവരെങ്കിലും ഉണ്ട് തൊള്ളയുള്ളിയുടെ. ശരിയാ. കുഞ്ഞിനും പൊന്നൂസൊക്കെ വലുതായി പിന്നെ ആരെ തൊള്ളയിരുന്നു? എൻ്റെ അമ്മ വരുമ്പോഴേ അമ്മ പറയും, നിങ്ങൾക്ക് സുഖമല്ലേ, നിങ്ങൾക്ക് വിറകിനാ റബ്ബർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ പോരെ ചോദിക്കും. ഇനി നമുക്ക് റബ്ബർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇത് റബ്ബർ കാട് മുറിച്ചു. ചാക്കിലെന്താ കൊണ്ടുപോണേ? കനുണ്ടോ? ഇതൊക്കെ അല്ലേട്ടാ എത്ര വേഗം ഉണങ്ങി. അച്ചുമണിയേ, ചാക്കിലൊക്കെ വിറകിട്ടിട്ട് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാനാണ്? നേരിട്ട് പിടിച്ചാ പോരെ? അതാ എന്താ കുഞ്ഞാ നീ കാണിക്കുന്നത്? നിന്റെ ഒരു ഐഡിയ പോയി. അങ്ങനെയൊന്നും വേണ്ട കുട്ടി, എന്തിനാ അങ്ങനെയൊക്കെ? അതും വേണം. അങ്ങനെയല്ല പിന്നെ എങ്ങനെ? നീ എങ്ങനെ ഉദ്ദേശിച്ച്? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നേരെ വെച്ചു കൊടുക്കുക സൂര്യ. ഇങ്ങനെ ഇട്ടാലോ കുട്ടിക്ക് എങ്ങനെ കൊണ്ടുപോവാ? അവനവിടെ ഒതുക്കി വെക്കുമ്പോ അതാ. ഏട്ടത്തൊന്നും അങ്ങോട്ട് വലിക്കേട്ടാ. ഏട്ടാ പുള്ളി അങ്ങോട്ട് വലിക്കും. ഏതാ ഇത്? നേരത്തെ എന്തോ കേറി ചൊറിയുന്നു. അതാ പാറകത്തിന്റെ ഇത് തട്ടിയിട്ടേ മേല് ചൊറിയുന്നു. ഇന്നല്ലേ മക്കളെ പറഞ്ഞ പോലെ ഇന്ന് വിറകുണ്ടാക്കലാട്ടോ. വിറകിലുണ്ടാക്കണത് അതൊരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്കിതൊക്കെ ഓർമ്മകളാണ് അല്ലേട്ടാ. ഇനി വീഡിയോ കണ്ടിരിക്കാൻ തന്നെ പറ്റും. ഇതൊക്കെ ഒരു അയവർക്കലാണ് നമ്മുടെ. കാരണം കുറേ മാറ്റങ്ങളില്ലേ, പിന്നെയും നമ്മുടെ ജീവിതത്തിലാണോ വെച്ചാലും സ്ഥലത്തിനാണ് പറഞ്ഞു വെച്ചാലും എല്ലാം വരുന്നുണ്ട് അല്ലേ. അവിടേക്ക് പോകണോ? കുട്ടിയെടുത്ത് അവിടെ ഒന്ന് പെറുക്കാൻ പറയാം. കുട്ടിയെടുത്ത് അവിടെ പെറുക്കാൻ പറയാനല്ലേ, അപ്പുറത്ത് കൂടെ പോയിട്ട് ഞങ്ങട് കയറി ഇറങ്ങണ്ടേ? അമ്മുട്ടിയേ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് വായോ. ഇതിലിപ്പോ എന്തപ്പോ കൊണ്ടുപോകണം? ചാക്ക് മാത്രോ? അതിലെവിടെ വിറക്? നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ പിടി കൈ കൊണ്ട ഇതിനെക്കാട്ടിലും വിറകാവില്ലേ? വല്ലാത്ത ഓരോ കളികളും അങ്ങടെ കളികള്. മനുഷ്യ കൊമ്പോ അവിടെ വിറക് പെറുക്കുണ്ടായിരുന്നു, അവര് പോയി തോന്നൂലേ? അവരവിടെ ഉണ്ട്. ഉണ്ടോ? അപ്പുറത്തുണ്ടോ? ഇനി അമ്മ അവിടെ പോയിട്ട് പെറുക്കണോക്ക്. അവിടുത്തെ കിട്ടുന്നത് കുറച്ച് വലുതാ. നമ്മുടെ മടാള് ഇവിടുന്ന് ഇങ്ങനെ ആഞ്ഞൂട്ടിയോടൊക്കെ ഇങ്ങനത്തെ വിറകുകളുണ്ട് കേട്ടോ. അതാണല്ലോ അവിടെ തന്നെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പുറത്ത് പോയി എടുക്കുന്ന ആദ്യം ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് കയറാനല്ലേ. അമ്മുക്കുട്ടി ബാ, അവിടെ പിന്നെ നാളെ വരാം. ദിവസം വരണേ. ഇനി വൈകുന്നേരം ആകുമ്പോ ദിവസം തന്നെ പണി. അമ്മുന്റെ മുഖം നോക്ക്. അതാ ഒരു പറങ്ങിമൂച്ചി കൊമ്പ് എടുക്കണ്ടേ? പറങ്ങിമൂച്ചി വേണോ? പാലക്കൊമ്പ പറങ്ങിമൂച്ചിക്കൊമ്പ? പാലക്കൊമ്പാണത്. അത് വേണ്ട, അടുപ്പിലെത്തിക്ക. അച്ചു എത്ര നേരമായി കൊണ്ടിടുന്നു എന്താ പെറുക്കി. അതപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ വിറക് പെറുക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കണ്ടോ? അവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ
എവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് മുറുക്ക് സൗണ്ടിൽ വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഈ സൈഡത്തെ ഇവിടുത്തെ മരങ്ങളും പോയി. ഇനി ഇതൊന്നും മുറിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ കനാലുകാരുടെ മരങ്ങളാണ്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കല്ല ആർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു തണലാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ കടക്കുമ്പോഴേ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നേ. എങ്ങോട്ട് പെറുക്ക് ബാ, അയ്യ ബാ. അമ്മൂനില്ലേ ക്ഷീണിച്ചു വെച്ചാ ബൂസ്റ്റ് ഉണ്ടാക്കി തരാ. അമ്മോ ബൂസ്റ്റ് ഉണ്ടാക്കി തരാ. ബൂസ്റ്റ് പാലില് ബൂസ്റ്റ് ഇട്ടിട്ട് തരാ. സത്യം കടയിലാണ് ബൂസ്റ്റ്, പാലും കടയിലാണ്. നിങ്ങളുടെ എന്താ വാങ്ങിത്തരാ. കണ്ടോ അച്ചു കൊണ്ടുപോണത്? അതുപോലെ ഒരു പിടി കൊണ്ടുപോ, എന്നിട്ട് പോയാ മതി. എന്താണ് കൈയൊക്കെ എന്താ അത്? പിന്നെ അമ്മുട്ടി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മാമുണ്ണാണത്. 4 വിറക് വലിച്ചിട്ടതിനെ പറയണ. അപ്പൊ എന്റെ അച്ചുട്ടി ഈ ഇത്രയും അടുക്കി വെച്ചത് ഫുള്ള് അച്ചുകൊണ്ട്. ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കി തരാം, കാര്യമായിട്ട് പറഞ്ഞു. എന്നാ ബോൺവിറ്റ് വാങ്ങിത്തരാം. അത് കണ്ടിട്ടും കൂടി ഇല്ല നമ്മളില്. ബോൺവിറ്റ് ഞാൻ കണ്ടു കുടിച്ചില്ല. ഈ കുടിച്ചോ അമ്മു? അമ്മുട്ടി കുടിച്ചിട്ടും ഇല്ല. അപ്പോൾ എന്താ നമ്മളേ അമ്മു കയ്യേട്ടം കയ്യിൽ ഇങ്ങനെ നീട്ടിയാൽ മതി. അങ്ങനെ പറ്റില്ല, നീട്ട് ഇങ്ങനെ നീട്ട്. എൻ്റെ കുട്ടിയുടെ കൈ ഇങ്ങോട്ട് നീട്ട്. അതും കൊണ്ട് അങ്ങോട്ട് പോയിക്കോ. എന്നിട്ട് പിന്നെ വരണ്ട. പിന്നെ ഞാൻ അതങ്ങോട്ട് വാ അമ്മു. അമ്മു മേമേനെയും കുട്ടീനെയും ഒരു കണത്തിൽ പോയിട്ടാ. രണ്ടും കണക്കാണ്. മേമ അല്ല മടിച്ച് ആവൂ. എന്താ ചേട്ടാ ഈ ഇല ഏറ്റണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല മൊത്തം ഇതാക്കിട്ട് ഇങ്ങനെ എടുക്കണത്. സുകന്യ നോക്ക്, ഫുൾ ഇല എടുക്കണത്. വിറക് പിടിപ്പിക്കാനല്ലേ? അപ്പൊ ഞാനില്ലേ ഇന്ന് വിളിച്ചിട്ട് വായോ പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ. വായോ വിറകിന് പോവാ വായോ പറഞ്ഞിട്ട്. ഇവിടെ ചിലപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളേ, വേറെ ആരും ഉണ്ടാവില്ല. കണ്ടോ അതന്നെ അവള് ചീനില്ലേ. സുകന്യ അമ്മൂനി ഒരു എന്താ എങ്ങനെ പറയാ. അപ്പൊ ഞാനും കൈ വേദനിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതാണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചാതിയേ. അപ്പൊ ഈ ഇങ്ങനെ പറയുമ്പോ സതീഷനൊക്കെ എന്താ എത്രോ ഒരു അനിയനൊക്കെ കണ്ടോ എത്ര കതി കെട്ടിട്ട് വന്നിട്ടാവും. പിന്നെ വന്നിട്ട് ഇതൊന്ന് ചെയ്യോ എന്ന് പറയുമ്പോ അതാണ് പറയണത്. ആണുങ്ങൾ ചെയ്യണ പോലെ 1 മണിക്കൂറല്ല. അപ്പൊ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂലേട്ടാ. എനിക്ക് ഇന്നലെ ഇവിടെ 2 സൈഡ് നല്ല വേദനയായിരുന്നു. അവന്റെ വണ്ടിയാണേ അങ്ങോട്ട് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്നലെ. ഇപ്പൊ ദിവസം ഇതിങ്ങനെ എടുക്കല്ലേ. പക്ഷെ നമ്മുടെ വിറകിന്റെ ആവശ്യത്തിന് നമുക്ക് വിറകിന്റെ വേണ്ടേ അല്ലേ? അപ്പൊ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. ഇത്രയും കിട്ടാല്ലേ. ഇതും കിട്ടാത്ത ആൾക്കാരുണ്ടാവടി. അപ്പോഴേ ഇന്ന് ചോറ് വെക്കണ്ടേ? ഇന്ന് ചോറ് വെക്കണം. കൂട്ടാന് മുളക് വറുത്ത പുളി കേട്ടോ വെച്ചേക്കണ്. വൈകുന്നേരത്തെ എന്തെങ്കിലും കൂട്ടാൻ വെക്കണം. നാളെ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ. രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ബുദ്ധിമുട്ടുണ്ടാകും. ഇല്ലെങ്കിൽ എന്താ രാവിലെ അതിനും കടന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടല്ല കേട്ടോ. രാവിലെ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ചൂട് കാരണം കേടുവരികയാണേ. അപ്പം അതാ പ്രശ്നമുള്ളൂ. അല്ലാതെ വേറെ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല. പക്ഷെ വെച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പിന്നെ രാവിലെയും വെക്കണം വൈകുന്നേരം വെക്കണം. പുളിഞ്ചാറാവുമ്പോൾ പിന്നെ എന്താണെന്ന് അറിയാം, അമ്മുട്ടി അച്ചുട്ടിക്കൊക്കെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കഴിച്ചു. സുകന്യ കഴിച്ചിട്ടേ ഇല്ല. ഇല്ലല്ലോ ഒന്ന് ചോറിനില്ലല്ലോ. വേണ്ട പൊന്നോ, വെറുതെ അടിക്കണ്ടടാ, അവൻ വിറക് കൊണ്ടുപോവല്ലേ. അപ്പോൾ നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്തുക കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.